ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഭഗവാനേ, ഇന്ന് റോഡിൽ കൂടെ ഓടുന്ന സകല വണ്ടികളുടെയും ടയറിനും ട്യൂബിനും ഒരു കുഴപ്പവും ഇല്ലാതെ അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാലേ ഞാൻ എന്തിനാ പിന്നെ ഈ പഞ്ചറടയിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് കുറേ വണ്ടികൾ ഇങ്ങോട്ട് വന്നു കയറി എനിക്ക് നല്ല കോവളത്ത് വരണേന്ന് കോളത്ത് തരണേ ദൈവമേ. ഓ, ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കംപ്രസറിൽ കാറ്റും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് കറണ്ട് പോയാ? അയ്യോ, എന്റെ പണി ഇതെങ്ങനെ നടക്കും? ഇന്ന് കറണ്ട് ഇല്ലാത്ത സമയത്ത് തന്നെ ഒത്തിരി വണ്ടികൾ ഇവിടെ ഇങ്ങോട്ട് വന്ന് കയറുകയും ചെയ്യും. മറ്റേ വായിരിക്കുന്ന തെറി മൊത്തം ഞാൻ കേൾക്കുകയും വേണം. എന്തോ ചെയ്യാനാ? ആഹാ, അതുകൊണ്ട് രണ്ടെണ്ണം കൂടെ വണ്ടി തള്ളിക്കൊണ്ട് വരുന്നു. ഇനി അവന്മാരത്ത് ഞാൻ ഇനി എന്തോ പറയൂ എന്തോ വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. നിനടുത്ത് പലവണ പറഞ്ഞിട്ടുണ്ട് ഈ സൈസ് പണിക്ക് ഇങ്ങനെയുള്ള വണ്ടി എടുത്തോണ്ട് വരരുതെന്ന്. ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കാം. ഇത് മോട്ടിച്ച വണ്ടിയല്ലേ ആണ്? വെള്ളി ഊപ്പാട് വന്ന് മനുഷ്യന്റെ എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. ആ എണ്ണം നിൽക്കണേട്ടാ. അണ്ണാ, പഞ്ചരട ഇല്ലേ ഇത്? ഇതേ പത്തിരിക്കടയല്ല, പഞ്ചരക്കടയാ. നിങ്ങൾ കാണാൻ വയ്യേ? വണ്ടിക്ക് എന്തോ പറ്റിയതാ? വണ്ടിക്ക് ചെറിയ പനിയും ജലദോഷവും മൂക്കൊലിപ്പുണ്ടോ? അണ്ണാ, ഇത് പഞ്ചറായെന്ന്. അതെനിക്ക് മനസ്സിലായെന്ന്. വണ്ടി എടുത്ത് സ്റ്റാൻഡിലിട്ട് പോയി. നിങ്ങളെ ഇങ്ങനെ ഈ ഓണം കയറാൻ മൂലയിൽ ഈ പഞ്ചറട വെക്കാതെ ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് നിങ്ങളുടെ പരസ്യം കൂടെ വെക്കണ. പരസ്യത്തിന്റെ പരിപാടി ഞാനൊക്കെ നിർത്തി. കാരണം ഞാൻ ഈ കട തുടങ്ങുന്ന സമയത്തെ ഞാൻ എൻ്റെ ഒരു ബംഗാളി ചെറുക്കനെ പരസ്യം ഒട്ടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടു. അവൻ കൊണ്ടുപോയി പലയിടത്തും പോസ്റ്റിലും പരസ്യം ഒട്ടിച്ച് വല്ല പരസ്യത്തിന്റെ അടി കൊണ്ടുവന്ന് എന്റെ പരസ്യം കൊണ്ട് ഒട്ടിച്ചു വെച്ച്. പിറ്റേന്ന് രാവിലെ എന്തോരം തെറിവിളികളായിരുന്നറിയോ ഫോണിൽ കൂടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്തുവാ മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതിന് പഞ്ചർ ഒട്ടിച്ച് കൊടുക്കപ്പെടുമെന്ന്. ബ്യൂട്ടി പാർലറിന്റെ പരസ്യത്തിന്റെ അടി കൊണ്ട് എന്റെ പരസ്യം ഒട്ടിച്ച് കയറ്റി വെച്ച് ആ ബ്യൂട്ടി പാർലറിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അവര് വിളിച്ച തിറി ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അതോടുകൂടി പരസ്യത്തിന്റെ പരിപാടി ഞാനങ്ങ് നിർത്തി. അതുപോലൊരു ബോർഡ് എഴുതി ഇവിടെ വെച്ച്. പഞ്ചർ കട. അള്ളു സുരയോ? ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. നാട്ടുകാരങ്ങനെ പല സംഭവങ്ങളും പറയും. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു വണ്ടിക്കും അള്ളു വെച്ചല്ല ഇവിടെ പഞ്ചറോട്ട് ജീവിക്കുന്നത്. പിന്നെ എഴുതി വെച്ചേക്കുന്ന അള്ളു സുരന്ന്? അത് അള്ളു സുരേതല്ല, അല്ലുസുര. അല്ലുസുര ഒരിക്കലും താഴത്തില്ലടാ. ഇനി കുറച്ച് സമയത്തേക്ക് അല്ലുസുര പൊങ്ങത്തില്ലടാ. ആ സ്റ്റൂളും കെട് ഞാൻ നോക്കട്ടെ. ഓ ആഹാ, ഇതാണ് സാധനം. കണ്ട, കിറുമണിക്കാവുള്ളൊരു സാധനം. ഇതാണ് നിങ്ങൾക്ക് പഞ്ചറായ സംഭവം ആണോ? ഇത് ഭയങ്കര വിലയുള്ള സാധനം കേട്ടോ. പക്ഷെ കുന്നംകുളത്ത് ഇതിന് ഇച്ചിരി വില കുറവുണ്ട്. അത് അണ്ണ എങ്ങനെ അറിയാം? ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ? അല്ലെ, ഈ പണിയൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടെ എന്ന്. നിങ്ങൾ ഇതൊന്ന് ഇളക്കി ഒട്ടിച്ച് വിടണം, ഞങ്ങൾക്ക് ഇവിടെ പോണം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ഒന്നും തോന്നരുത്. എന്താണ്? ഇവിടെ കറണ്ട് ഇല്ല. ഇവിടെ നിൽക്കണ്ട. എവിടെ എടുത്തോണ്ട് പോണ്? ഇത് 10-15 കിലോമീറ്റർ നടന്നു പോയാലേ ഉള്ളു ഇനി ഒരു പഞ്ചർ കട. അവിടെ വരെ നടന്നു കൊണ്ടുപോ. ഇത് വണ്ടിയും തള്ളി. അണ്ണാ, എങ്ങനെങ്കിലും ഒന്ന് ഒട്ടിച്ച് വിടണം, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സ്പീഡ് ഒരിടത്ത് പോണം. ഞാനും ചോദിക്കട്ടെ, നിങ്ങളെ ഇത്രയും നാളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ കാണാനാ? ഞാൻ ഇറങ്ങുമ്പം എവൻ കയറും, അണ്ണൻ കയറുമ്പം ഞാൻ ഇറങ്ങും. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ചാടി. നമ്മള് സുപ്രീം ഓഫ് ദി കണ്ടെയ്നർ സൊസൈറ്റി കമ്പനിയിൽ. ഓ, പ്രൈവറ്റ് കമ്പനിയാണ്. അതല്ലേ? ഇവിടെ എങ്ങോട്ട് പോകുമെന്ന്? നമ്മള് പെണ്ണ് കാണാൻ പോകുന്നു. ഇതിലാരാണ് ചെറുക്കൻ? കണ്ടിട്ടാരും തോന്നണം. എനിക്ക് മനസ്സിലായി, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ നല്ല ഒന്നാം തരം ഒരു ചെറുക്കനാണ്. ഇതാരാണ്? ബ്രോക്കർ. പിന്നെ നിങ്ങൾ ഇവിടെ എവിടെയാണ് പെണ്ണ് കാണാൻ പോകുന്നത്? അത് ഓ, മേലത്താഴത്തിൽ വീട്ടിൽ. എനിക്ക് മനസ്സിലായി. അവിടെ ഇപ്പൊ ആര് താമസിക്കുന്നറിയോ? SI രാഘവൻ സാറ്. വണ്ടിക്കകത്ത് SI രാഘവൻ സാറിന് അറിയോ? പുള്ളി ഞാനോട് ഭയങ്കര കമ്പനിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, കാറ്റടിക്കും, എന്റെ അടുത്ത് കുശലമൊക്കെ പറഞ്ഞിട്ട് പോകുന്നല്ലേ. അപ്പോഴേ രാഘവൻ സാറിനെ ഞാനൊന്ന് വിളിക്കാം. അല്ല, ഞാനൊന്ന് വിളിക്കാം. ഞാനോട്ട് കമ്പനിയല്ലേ, നിങ്ങളോട് വന്ന് നിൽക്കുകയാണ്, താമസിച്ച് പഞ്ചർ കറണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇതൊന്ന് ഒട്ടിച്ച് തന്നിട്ട് പോണ പ്ലീസ്. അതല്ല, ഞാനൊന്ന് വിളിക്കാന്ന് രാഘവൻ സാറിന്. ഇതിനാവശ്യമില്ലാതെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഈ ഡിസ്പ്ലേ കിടക്കുന്ന അണ്ണന്റെ ഫോട്ടോ ആണ്. ഫോട്ടോ കണ്ട പഞ്ചറൊട്ടിക്ക് നാളാന്ന് പറയത്തില്ല കേട്ടോ.
5 കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോ ഇല്ല. ആണോ? ഒരുപാട് ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. ഇത് ഞാൻ കല്യാണ സമയത്തുള്ള ഫോട്ടോ. നല്ല രസം. ഇത് ചേച്ചിയാ? ആ ചേച്ചി. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മോൻ പ്രസവിച്ച് കിടന്ന സമയത്തുള്ള ഫോട്ടോ. മോനൊക്കെ പ്രസവിക്കുവോ? അല്ലെന്ന്, മോനെ അവള് പ്രസവിച്ച് കിടന്ന സമയത്ത് ആശുപത്രി വെച്ച് എടുത്ത ഫോട്ടോ. നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മുക്കോട് മനോജിന്റെ ആണ് പിരിക്കുന്നത്. ഏയ്, ഒരു കാര്യമുണ്ട്. എന്നെ പോലെ വേറൊരാളുണ്ടെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരാളുമായിട്ട് എന്നെ ഉപമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ലല്ലേ, മമ്മൂട്ടിയാന്ന് പറഞ്ഞാലോ? അത് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? എന്താ? മമ്മൂട്ടി ആളല്ലല്ലോ, സിനിമ കാണല്ലേ. ഓഹോ, അങ്ങനെ. പെട്ടെന്ന് പണി നടക്കട്ടെ. കാറ്റടിച്ച് നോക്കണം. അയ്യോ പോയി. എന്തിനാ നമുക്ക് ഇവിടെ? അല്ല, ഇത് ഞാൻ വേറൊന്നും കൊണ്ടല്ല. ഇത് ഇവിടെ ഈ ലൈൻ്റെ എന്തോ മിസ്റ്റേക്ക് ആണെന്ന് അവർ ശരിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് വരും. ഞാനൊരു കാര്യം ചെയ്യാം, രാഘവൻ സാറിനെ വിളിച്ച് കാര്യം അങ്ങ് പറയാം. അല്ലെ പുള്ളി വിഷമിക്കുമെന്ന്. വേണ്ട. അല്ല, അത് ശരിയാത്തില്ല, അത് ശരിയാത്തില്ല. ഞാൻ രാഘവൻ സാറിനെ വിളിച്ച് ഞാൻ കാര്യം അല്ല അല്ല, ഒരു സസ്പെൻസ് ഉണ്ട്. എന്ത്? അതായത് അമ്മു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡാഡി അറിയാതെ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ ചെല്ലാവൂന്ന്. പിന്നെ കാമുകയല്ലയോ സാറിന്റെ മോടെ? ഒച്ച കള്ളൻ. അണ്ണാ, നിങ്ങൾ ഒരു കാര്യം, ഇത് ഇളക്കിയിടണ്ണ. കറണ്ട് വരുമ്പോൾ കാറ്റടിക്കാല്ലോ, ഇളക്കിയിട്. വണ്ടി പാട്ട് പഠിപ്പിക്കണ? വണ്ടി പാട്ട് പഠിപ്പിക്കല്ല, നമ്മൾ ഇളക്കുമ്പോ ജോലി ചെയ്യുമ്പോ അയ്യോടാ നട്ട് താഴെ പോയിട്ട് ഇവിടെയാണോ? എവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇവിടെ ഇതാ ഈ കൊച്ചു സാധനമൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ പങ്കജാക്ഷി ശങ്കിയാതെ പറഞ്ഞിടാം മാമാണോണ സദ്യക്കെന്തെല്ലാഘോഷം ഓ, ഈ നട്ട് വല്ലാതെ നമ്മളെ ചുറ്റിച്ച് കളഞ്ഞു കേട്ടോ. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ കട്ട ടയറാ കേട്ടോ. കട്ട ടയറാ. ടയറ് കട്ടയാന്നറിയത്തില്ല, പക്ഷെ വണ്ടി കെട്ടതാ. കെട്ടതെന്ന് വണ്ടി കൊള്ളൂല. മനസ്സിലായി. അതെ, ഇനി ഒന്നും നോക്കാനില്ല. കറണ്ട് എന്നാലും വന്നില്ല. രാഘവൻ സാറിനെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. രാഘവൻ സാറിന്റെ കഥ വിട്ടില്ല അണ്ണ. ഇത് രാഘവൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? രാഘവൻ സാറ് ഞാനും തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയക്കാരാ. ഞാനിങ്ങനെ ബോംബെന്ന് പഞ്ചർ പണി പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയം കുണ്ടറ ജംഗ്ഷനിൽ ഞാനൊരു പഞ്ചർ കട ഇട്ട് ഒരു ദിവസമേ രണ്ടവന്മാർ ഇതുപോലൊരു സൈക്കിള് കൊണ്ടുവരുന്നു പഞ്ചറൊട്ടിക്കാൻ. ഞാൻ നോക്കിയപ്പോ എന്തുവാ, അവന്മാരെ കണ്ണ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവന്മാര് സൈക്കിൾ മോട്ടിച്ചോണ്ട് വന്നേന്ന്. എനിക്ക് കള്ളന്മാരെ കണ്ടാൽ കറക്റ്റ് അറിയാൻ പറ്റും. ആണല്ലേ? പിന്നെ കള്ളന്മാരെ കണ്ണി നോക്കി ഞാൻ മനസ്സിലാക്കും. ഞാൻ അപ്പോഴേ ഓടി നേരെ സ്റ്റേഷനിലേക്ക് വന്നു. ഞാൻ ചെന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞതും അങ്ങനെ വന്നപ്പോ ഉണ്ടല്ലോ, 2 കള്ളന്മാരെയും പിടിച്ച് കൈയൊക്കെ അങ്ങോട്ട് പിടിച്ച് പുറകെ കെട്ടിയിട്ട് സാറ് നേരെ കാഞ്ഞിലോട്ട് കായലിൽ ചെന്ന് കുറെ ഞണ്ടിനെ വാരി കൊണ്ടുവന്ന് അവന്മാർ ഉടുമുണ്ടിലങ്ങ് ഇട്ടുകൊടുത്തു. എന്റെ കണ്ണിന് ഇപ്പോഴും ആ ചിത്രം മാറിയിട്ടില്ല. അന്ന് തൊട്ട് സാറിന് ഒരു ഇരട്ടപ്പേരും വീണു. എന്ത്? ഞണ്ട് രാഘവൻ. അതൊക്കെ പറ സാറെങ്ങാണ് കേട്ടോടുന്ന. ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം. ഹലോ 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 സുരേ, നീ എവിടെയാണ്? ഞാൻ കടയിലുണ്ട്. എടാ ഞാനീ നിന്നെ തിരക്കേ കുറെ നേരം കിടന്ന് വിളിച്ചോണ്ടിരിക്കുവാണെന്ന്. സാറേ കാര്യം പറ സാറേ. എടാ പിന്നെ ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പൊ വിഷമിക്കുകയും ചെയ്യരുത്. എന്താ? നിന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചോണ്ട് 2 അവന്മാര് ബൈക്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിന്റെ ഭാര്യ പറഞ്ഞ ഒരുത്തൻ ഭയങ്കര നീളവും വണ്ണമുള്ള ഒരുത്തനും ഒരുത്തൻ അത്ര നീളം ഇല്ലാത്ത ഒരുത്തനാണ് പറഞ്ഞേക്കുന്നത്. അവന്മാരെ പുറകെ ഞങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്. നീ അതുവഴി വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോക്കണേ. ശരി സാറേ, ശരി സാറേ. ഭാര്യ വീട്ടിൽ നിന്ന് വിളിച്ചതാ. ആണോ? അവള് പറയുവാന്നേ, അവളെ മാല 2 കള്ളന്മാര് വന്ന് പൊട്ടിച്ചു പോയെന്ന്. അത് ശരി. പക്ഷേ കൊണ്ടുപോയമാര് വെറും പട്ടന്മാരില്ലയോ. അവന്മാര് ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിൽക്കാനോ പണയം വെക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്മാരെ പോലീസ് ഉടനെ പോക്കും. അത് മുക്കുകൊണ്ടോ അല്ലയോ? നിങ്ങളുടെ ഭാര്യയുടെ മുക്കുമണ്ടം ഓടിക്കോ. എടാ കള്ളന്മാരെ, എന്റെ ദൈവമേ, എന്തുമാത്രം കാറ്റടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ 2.5 മാലയത് അവന്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കാനോ? എടാ 100 മണ്ടന്മാരെ ഒരു ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിലൊരു ബുദ്ധിമാനെ സൃഷ്ടിക്കും. അതാണ് ഈ ഞാൻ. കറണ്ടും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.